സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ മതമോ ജാതിയോ ഒരു കാര്യവും ഇവിടെ ഒരു പ്രശ്നമാകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ജനസംഖ്യാ പെരുപ്പത്തെക്കുറിച്ചിട്ടാണ്. ചൈന ഇന്ത്യയെക്കാളും 3 മടങ്ങ് വിസ്തീർണമുള്ള ഒരു രാജ്യമാണ്. അതിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 148 കോടിയാണ്. എന്നാൽ അതിനേക്കാളും കമ്മി വിസ്തീർണമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 138 കോടി കഴിഞ്ഞിരിക്കുന്നു. വെറും 10 കോടിയുടെ ഡിഫറൻസ് മാത്രമേ ഇന്ത്യയും ചൈനയായിട്ട് ഏകദേശം ഉള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും കൂടി കടത്തിവിട്ടും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ സ്ഥിതി തുടർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവണമെന്ന് നമുക്കറിയില്ല. മിക്ക പാർട്ടികളും വോട്ടിൻ്റെ കണക്കിന് വേണ്ടിയിട്ട് ചില മതവിഭാഗങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു ജനസംഖ്യാ നിയന്ത്രണ ബിൽ കൊണ്ടുവരുന്നില്ല. ഈ കണക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ വളരെയധികം ഗുരുതരമായിരിക്കും. വിലക്കയറ്റം, അതേപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് വീട് കെട്ടാൻ സ്ഥലമില്ല, അതേപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് ഇല്ല, അങ്ങനെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ. ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരം, എനിക്ക് തോന്നുന്ന ഒരു പരിഹാരം, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് അടുത്ത ഒരു 100 വർഷത്തിലേക്ക് നമ്മൾ 2 നമുക്കൊന്ന്, അതായത് ഒരു കുട്ടി മാത്രം എന്ന ഒരു പോളിസി. അത് എല്ലാ മതവിഭാഗക്കാരും സ്വയം അറിഞ്ഞുകൊണ്ട് ഇത് അവിടെ നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ വരും തലമുറയുടെ കാര്യം വളരെ പരിതാപകരമായിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ കാര്യം ഗവൺമെൻറ്റിനെ അറിയിക്കുക. പ്രൈം മിനിസ്റ്റർക്ക് ആയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് സജഷൻ, ഫീഡ്ബാക്ക് അതെല്ലാം കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഗവൺമെൻറ്റിനെ ഈ നയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ മതവിഭാഗക്കാരും ഒരു 100 വർഷത്തേക്ക് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതം വീണ്ടും മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം വലിയ വലിയ സിറ്റിയിലെ കാര്യങ്ങൾ കാണുന്നതാണ്. ഒരു മരം പോലും ഇല്ലാതെ എങ്ങും കോൺക്രീറ്റ് മാളികൾ മാത്രം. അതിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വിഷം, രാവിലെ തൊട്ട് വിഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് ഈ ഭൂമിയുടെ സർവ്വ ഐശ്വര്യങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ നമ്മൾ ജനസംഖ്യാ നിയന്ത്രണ ബിൽ എന്ന് പറയുന്ന ഏതെങ്കിലും ശക്തമായിട്ടുള്ളൊരു നിയമം നമ്മൾ കൊണ്ടുവന്നേ തീരൂ. നമ്മൾ 2 നമുക്കൊന്ന്, ഈ രീതിയിൽ സ്ട്രിക്റ്റായിട്ട് ഒരു 100 വർഷത്തേക്കെങ്കിലും അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതം രക്ഷപ്പെടും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വിഷങ്ങൾ തിന്നും വിഷമാലിന്യത്തിൽ ജീവിച്ചും നമ്മൾ വളരെയധികം കഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എനിക്ക് തോന്നുന്ന ഒരു തോന്നലാണിത്. തീർച്ചയായിട്ടും അതേപോലെയുള്ള ബാക്കിയുള്ളവർക്കും ആ തോന്നലുണ്ടാവാം. നമ്മുടെ വരും തലമുറയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നല്ല ഒരു രാജ്യം നിങ്ങൾ വിഭാവനം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ ചിന്തിക്കണം. പോപ്പുലേഷൻ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. ഉടൻ തന്നെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഭാരതം രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അല്ലെങ്കിൽ ഇവിടെ രോഗം, ദുരിതം, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, മയക്കുമരുന്ന്, മദ്യം, ഇങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഈ രീതിയിലുള്ള ഒരു ജനസംഖ്യാ നിയന്ത്രണ ബില്ലിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഒരു കുട്ടി മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടാവും. പക്ഷേ 2 കുട്ടിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് എനിക്ക് മാത്രം 2 കുട്ടിയുണ്ട്, എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 138 കോടി ജനങ്ങളും ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് വളരെ പെട്ടെന്ന്, അത്രയും തന്നെ ജനസംഖ്യ വളരെ പെട്ടെന്ന് തന്നെ മുന്നേറാൻ കാരണമാകും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു തോന്നൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനമ്മരുടെ ഭാരം ആ കുട്ടി ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ 2 കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് ഉറപ്പില്ല. കാരണം ഒരു കുട്ടി ചിലപ്പോൾ 2 പേരും വേറൊരാൾ നോക്കും, ആ രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തെപ്പറ്റി നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതവിഭാഗങ്ങളും ഒത്തൊരുമിച്ച്
ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ തന്നെ ഭാവിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും നന്ദി.